എന്താ കരയുന്നത്? എന്റെ മോളെയാണ് പ്രസവമുറിയിലേക്ക് കൊണ്ടുപോയത്. ആദ്യത്തെ പ്രസവമാണോ? അല്ല, 5ാമത്തെ പ്രസവമാണ്. 4 ചാപിള്ളകളായിട്ടാണ് പിറന്നത്. ഈ പ്രസവത്തിലെ കുഞ്ഞെങ്കിലും ജീവിച്ചില്ലെങ്കിൽ എന്റെ മോള് പിന്നെ ജീവിച്ചിരിക്കില്ല. 4ാമത്തെ പ്രസവത്തിലെ കുഞ്ഞ് മരിച്ചതാണെന്ന് അറിഞ്ഞപ്പോ ഗ്രേസിക്ക് ഭ്രാന്ത് പോലൊക്കെ വന്നതാ. അതാണ് എന്റെ വിഷമം. രുക്മ, രുക്മ, നിന്റെ കുഞ്ഞ് പെൺകുഞ്ഞാണ്. നല്ല ആരോഗ്യമുള്ള കുഞ്ഞ്. കുളിപ്പിച്ചിപ്പ് കൊണ്ടുവരും. പ്രത്യേകിച്ച് അസുഖമൊന്നും തോന്നുന്നില്ലല്ലോ? ഇല്ല. ഡോക്ടർ, ഗ്രേസ് പ്രസവിച്ച കുട്ടി മരിച്ചു. ഈ കുട്ടിയെങ്കിലും ജീവിച്ചേക്കുമെന്ന് ഞാൻ ആശിച്ചു. അവരുടെ 5ാമത്തെ പ്രസവമാണ്. ചാക്കോ മുതലാളിക്ക് കണക്കില്ലാത്ത സ്വത്തുണ്ട്. പക്ഷേ ഒരവകാശി ദൈവവും അവർക്ക് കൊടുക്കുന്നില്ല. കുഞ്ഞ് മരിച്ച വിവരം ആ സ്ത്രീ ഉടനെ അറിയിക്കണ്ട. അവർക്കത് വല്ലാത്ത ഷോക്കാകും. ഡോക്ടർ, എന്താണ്? ഡോക്ടർ, എന്റെ ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. ഞാനൊരു അനാഥയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ഇവിടെ കിട്ടും. അതല്ല ഡോക്ടർ, പിന്നെ എന്റെ കുഞ്ഞിനെ നല്ല നിലയിൽ വളർത്താൻ എനിക്ക് കഴിവില്ല. എന്റെ കുഞ്ഞിനെ മരിച്ചുപോയ കുഞ്ഞിന്റെ അമ്മയ്ക്ക് കൊടുത്തേക്കും. മരിച്ചുപോയ കുഞ്ഞ് എന്റേതാണെന്ന് പറഞ്ഞാൽ മതി. എന്റെ കുഞ്ഞും അവരും രക്ഷപ്പെടും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എല്ലാം ആലോചിച്ചിട്ടാണ് പറയുന്നത്. എന്റെ കുഞ്ഞ് നല്ല നിലയിൽ വളരട്ടെ. ആ സ്ത്രീയുടെ ജീവനും രക്ഷപ്പെടട്ടെ. ഇത് ഭാവിയിൽ പല വിഷമങ്ങൾക്കും കാരണമാകും. മരണം വരെ ഈ രഹസ്യം മറ്റാരോടും ഞാൻ പറയില്ലെന്ന് സത്യം ചെയ്യുന്നു. രുക്മ, നിന്റെ കുഞ്ഞ് ഡോക്ടർ, എന്റെ ആഗ്രഹം സാധിച്ചു തരൂ. കൊണ്ടുവരൂ. സിസ്റ്റർ, എന്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടോട്ടെ.